ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുകയാണ്. ഈ ഈശോ ഒന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ഭാഗത്ത് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചനത്തിൻ്റെ അവസാന ഭാഗം. ഈശോ ഇങ്ങനെയാണ് ശിഷ്യന്മാരോട് പറയുക: ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അച്ഛൻ ഒന്നുകൂടെ വായിക്കാം. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈശോ ശിഷ്യന്മാരെ പറഞ്ഞ എല്ലാം സ്മൂത്തായിട്ട് പോകുന്നല്ല. പലതരത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകും. പക്ഷേ ഈ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ നഷ്ടധൈര്യരാകരുത്. നിങ്ങൾ ധൈര്യത്തോടു കൂടിയിരിക്കുന്നു. കാരണം നിങ്ങൾ എന്നെ അനുഗമിക്കുന്നവനാണ്. ഞാൻ ലോകത്തെ കീഴടക്കിയവനാണ്. ലോകത്തെ കീഴടക്കിയവൻ്റെ പിന്നാലെ പ്രിയ സഹോദര സഹോദരി, നീ യാത്ര ചെയ്യുമ്പോൾ ഈ ലോകത്തെ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. ഈ ലോകത്തിലെ പീഡാനുഭവങ്ങളെ, ഈ ലോകത്തിലെ കഷ്ടതകളെ, ഈ ലോകത്തിലുണ്ടാകുന്ന വെല്ലുവിളികളെ നീ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കാരണം നീ ക്രിസ്തുവിനെയാണ് അനുഗമിക്കുക. ആ ഒരു ബോധ്യത്തിൽ ആഴപ്പെടാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ലോകത്തിൽ ഏതൊക്കെ കഷ്ടതകൾ വന്നാലും ഏതൊക്കെ വെല്ലുവിളികൾ വന്നാലും നീ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ട്, എല്ലാത്തിനെയും തരണം ചെയ്തവനാണ് നീ. ആ നിൻ്റെ സാന്നിധ്യം എല്ലാത്തിനെയും തരണം ചെയ്യാൻ സാധിക്കും എന്ന ബോധ്യത്തിൽ വളരുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിനുടെ കൃപകളെല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം.